ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ കുറച്ച് അഡീഷണൽ MCQs കൂടി നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നോക്കുക, ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്നാണ് വന്നതെന്നുള്ളത് അതിൻ്റെ കറക്റ്റ് ഡേറ്റ് വെച്ചത് മനസ്സിലാക്കിയിരിക്കുക. 1 സെപ്റ്റംബർ 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നത്. ദെൻ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അപ്ലൈസ് ടു. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നമുക്കറിയാം ഹോൾ ഓഫ് ഇന്ത്യ ആണല്ലേ, ഇന്ത്യ മുഴുവൻ ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ദെൻ ആൻ എഗ്രിമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് റെസിപ്രോക്കൽ പ്രൊമീസസ് ബിറ്റ്വീൻ അറ്റ്ലീസ്റ്റ്. അപ്പോൾ എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരമുള്ള മിനിമം രണ്ട് പേർ തമ്മിലുള്ള പ്രോമീസിനെയാണ് നമ്മൾ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. എവറി പ്രോമീസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമീസ് ഫോമിംഗ് ദ കൺഫെഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ്. അതിൽ പറയുന്നത് എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത് അല്ലേ. എവരി പ്രോമീസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമീസ് ഫോമിംഗ് ദ കൺഫെഡറേഷൻ. അപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള പ്രോമീസ് അത് കൺഫെഡറേഷൻ ഉൾപ്പെടെ ഉള്ളതാണെങ്കിൽ അതിന് നമുക്ക് എഗ്രിമെൻ്റ് എന്ന് തന്നെ പറയാവുന്നതാണ് അല്ലേ, എഗ്രിമെൻ്റ് എന്ന് പറയാവുന്നതാണ്. ദെൻ എ കോൺട്രാക്ട് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ വൈഡ് സെക്ഷൻ. ഒരു കോൺട്രാക്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു നിയമം മൂലം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന, നടപ്പിലാക്കാൻ പറ്റുന്ന ആ ഒരു എഗ്രിമെൻറ്റാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഏത് സെക്ഷനിലാണ് അങ്ങനെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്? സെക്ഷൻ 2H പ്രകാരമാണ് അല്ലേ. ആ ഒരു സെക്ഷൻ ഓർത്തിരിക്കുക. വാലിഡ് കോൺട്രാക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ മെയ്ഡ് ബൈ ഫ്രീ കൺസെൻറ്റ്. ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കണമെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. കൺസെൻറ്റ് ഫ്രീ ആയിരിക്കണം, പരസ്പര സമ്മതത്തോടു കൂടി ആയിരിക്കണം അല്ലേ. ഒപ്പം തന്നെ കോമ്പീറ്റൻ്റ് പാർട്ടീസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി മതിയായ യോഗ്യതയുള്ള ആളുകളായിരിക്കണം, മൈനറോ മറ്റാളുകളൊന്നും ആയിരിക്കരുത്. ഹാവ് ലോഫുൾ കൺഫെഡറേഷൻ ആൻഡ് ലോഫുൾ ഒബ്ജക്റ്റ്. ആ ഒരു കോൺട്രാക്റ്റിന് നിയമപരമായിട്ടുള്ള ഒരു ലക്ഷ്യവും നിയമപരമായിട്ടുള്ള ഒരു കൺഫെഡറേഷൻ അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള എന്തെങ്കിലും കൊടുക്കാനും വാങ്ങാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരിക. എ കോൺട്രാക്ട് ക്രിയേറ്റ്സ്. കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ദി പാർട്ടീസ് ഓഫ് ടു ഇറ്റ് ആണോ, ഒബ്ലിഗേഷൻ മാത്രമാണോ? റൈറ്റ്സ് എന്ന് വെച്ചാൽ അവകാശം, ഒബ്ലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുമതലകൾ അല്ലേ. അപ്പോൾ രണ്ടുമുണ്ട്. ഒബ്ലിഗേഷൻ ഓഫ് ദി പാർട്ടീസ് ടു ഇറ്റ് ആണ്, ഒബ്ലിഗേഷൻ മാത്രമാണോ? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണോ? മ്യൂച്വൽ ലോഫുൾ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, നിയമപരമായിട്ടുള്ള റൈറ്റ്സും ഒബ്ലിഗേഷൻസും അല്ലേ. അതാണ് അല്പോഴും ഒരു കറക്റ്റായിട്ട് ആൻസറായിട്ട് വരിക. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഉണ്ട്, അപ്പോൾ അത് ലോഫുൾ ആകുമ്പോൾ ഇച്ചിരിയുടെയും കൃത്യമായിട്ടുള്ള ആൻസറായി. ഇൻ എഗ്രിമെൻറ്റ്സ് ഓഫ് പ്യൂർലി ഡൊമസ്റ്റിക് നേച്ചർ ദ ഇൻറ്റൻഷൻ ഓഫ് ദി പാർട്ടീസ് ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ഇപ്പോൾ പ്യൂർലി ഡൊമസ്റ്റിക് നേച്ചർ, അതായത് നമ്മൾ ഹോംലി ആയിട്ടുള്ള നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആളുകൾ തമ്മിലുള്ള അത്തരത്തിലുള്ള എഗ്രിമെൻറ്റ്. ദ ഇൻറ്റൻഷൻ ഓഫ് ദി പാർട്ടീസ് ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. അപ്പോൾ അവർ തമ്മിൽ പരസ്പരം പറയുന്ന വാക്കാലുള്ള കരാറും മറ്റും ഒരു ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് അത് തീരുമാനിക്കപ്പെടുന്നത് ടു ബി പ്രൂവ്ഡ് ടു ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി കോർട്ടാണല്ലേ. ഇപ്പോൾ കോടതി വെച്ചാണ് അത് കൂടുതലും തീരുമാനിക്കപ്പെടുന്നത്. അതായത് ഇവർ തമ്മിലുള്ള ഒരു സോഷ്യൽ കോൺട്രാക്റ്റുകളൊക്കെ അത് ഒരു ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന തരത്തിലുള്ളതാണോ എന്നുള്ളത് ഒരു കോടതിയിൽ എത്തുമ്പോൾ കോടതിയുടെ ഒരു ഡിസ്ക്രിപ്ഷന് വിധേയമായിട്ടായിരിക്കും അത്തരം കാര്യങ്ങൾ പ്രൂവ് ചെയ്യപ്പെടുക. ദെൻ ഡാഷ് ഈസ് ഫോർബിഡൻ ബൈ ലോ. താഴെ പറയുന്നതിൽ ഏതാണ് ലോ ഫോർബിഡ് ചെയ്തിരിക്കുന്നത് അല്ലേ, നിരോധിച്ചിരിക്കുന്നത്? ഇല്ലീഗൽ എഗ്രിമെൻറ്റ് അത് നിരോധിച്ചിട്ടുള്ളതാണ് അല്ലേ, അത്തരത്തിൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പാടില്ല. എ മേക്സ് എ കോൺടാക്ട് വിത്ത് ബി ടു ബീറ്റ് ഹിസ് ബിസിനസ് കോമ്പീറ്റർ. ഒരു ബിസിനസ്സിൽ തൻ്റെ എതിരാളിയെ അടിക്കാൻ വേണ്ടി അല്ലേ, മർദ്ദിക്കാൻ വേണ്ടി ബിയുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാക്കി. അതൊരു ഇല്ലീഗൽ എഗ്രിമെൻ്റ് ആണല്ലേ. ഒരാളെ മർദ്ദിക്കുക എന്ന് പറയുന്നത് ക്രിമിനലായിട്ടുള്ള ഒഫൻസാണ്. അപ്പോൾ അതൊരു ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്, ചെയ്യാൻ പാടില്ല. അതിന് എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. വിച്ച് ഓഫ് ദി ഫോളോവിങ് ലീഗൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. താഴെ പറയുന്നതിൽ ഇൻകറക്റ്റ് ആണല്ലേ, ഇൻകറക്റ്റ് അയച്ചിരിക്കുന്നത്, കറക്റ്റ് അല്ല. ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കോൺട്രാക്റ്റ്. ഒരു എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് വെച്ചാൽ അത് കോൺട്രാക്റ്റ് ആണ്, അത് ശരിയാണ്. ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട്സ്. ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ്, അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. അതിന് എൻഫോഴ്സിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ. ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ് എന്നുള്ളത് ശരിയാണ്. ഈ തിരിച്ചു പറയുമ്പോൾ ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. എ പ്രപ്പോസൽ വെൻ അക്സെപ്റ്റഡ് ബിക്കംസ് എ പ്രോമിസ്, അതും ശരിയാണ് അല്ലേ. ഒരു പ്രപ്പോസൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രോമീസായിട്ട് മാറുന്നു. എവരി പ്രോമീസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമീസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് എഗ്രിമെൻറ്റ്. അതിനാണ് നമ്മൾ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം മുകളിൽ കണ്ടതാണല്ലേ, അതും ശരിയാണ്. ദെൻ ഡാഷ് ഈസ് മെയ്ഡ് ബൈ വേർഡ്സ് റിട്ടൺ. ഒരു എക്സ്പ്രസ് കോൺടാക്റ്റിനെയാണ് നമ്മൾ കറക്റ്റായിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു കോൺടാക്റ്റ് എന്ന് വെച്ചാൽ അതൊരു എക്സ്പ്രസ് കോൺടാക്റ്റാണ് അല്ലേ. ഒരു ഓറൽ കോൺടാക്റ്റ് ആണെങ്കിലും എഴുതി തയ്യാറാക്കിയാണെങ്കിലും അതെല്ലാം എക്സ്പ്രസ് കോൺടാക്റ്റാണ്. ഇംപ്ലോയിഡ് കോൺടാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു കോൺടാക്റ്റിൽ അവർ ഏർപ്പെടുന്നില്ല, പക്ഷേ ആ ഒരു സർക്കംസ്റ്റൻസ് വെച്ചുകൊണ്ട്
അവരൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അതൊരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റാണ്. നമ്മളിത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കണം എന്നുള്ളതും നമ്മളെ ആ ഒരു ബസ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇറക്കി വിടണം എന്നുള്ളത് പരസ്പരമുള്ളൊരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റാണ്. അത് കൃത്യമായിട്ടത് ഒരു കോൺട്രാക്റ്റ് രൂപത്തിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ലെങ്കിലും അവിടെ അത് ഇംപ്ലൈഡ് ആണല്ലേ. ആൻ എഗ്രിമെൻറ്റ് ദ മീനിങ് ഓഫ് വിച്ച് ഈസ് അൺസർട്ടൺ. ഒരു എഗ്രിമെൻ്റാണ്, പക്ഷേ അതിൻ്റെ മീനിങ് ഒരു എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സെർട്ടനിറ്റി ഇല്ലാത്തതാണ്, അത് അൺസർട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലെ എഗ്രിമെൻറ്റിനെ വോയിഡ് എഗ്രിമെൻ്റായിട്ട് കണക്ക് കൂട്ടും. വിച്ച് ഓഫ് ദി ഫോളോവിങ് റിലേഷൻഷിപ്പ് റൈസ് പ്രിസംപ്ഷൻ ഓഫ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ്. താഴെ പറയുന്ന റിലേഷൻഷിപ്പിൽ ഏതൊക്കെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന കോടതി അനുമാനിക്കാവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഒരു പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലീജിയസ് ഗുരു ആൻഡ് ഡിസൈപ്പിൾ, ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ആത്മീയ ഗുരുവും ഒപ്പം തന്നെ അവരുടെ ശിഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഗാർഡിയനും വാർഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളെല്ലാം ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസിന് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അസംഷൻ അനുമാനത്തിലേക്ക് കോടതി എത്താനുള്ള സാധ്യതയുണ്ട്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഫോൾസ് വിത്ത് റെസ്പെക്ട് ടു മൈനർ എൻ്ററിങ് എ കോൺട്രാക്റ്റ്. ഒരു മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആൻ എഗ്രിമെൻറ്റ് വിത്ത് ഓർ ബൈ എ മൈനർ ഈസ് വോയിഡ് അബ് ഇനിഷ്യോ. ഒരു മൈനറുമായിട്ടുള്ള എഗ്രിമെൻറ്റ് അത് വോയിഡ് അബ് ഇനിഷ്യോ ആണ് അതല്ലേ. അതങ്ങനെ എഗ്രിമെൻറ്റിൽ ഏർപ്പെടാനേ പാടില്ല അല്ലേ. അത് ശരിയാണ്, തെറ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഈ മൈനർ ക്യാൻ ബി ബെനിഫിഷ്യറി ഓഫ് എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൻ്റെ ബെനിഫിഷ്യറി ആകുന്നതിന് മൈനർ ആകുന്നതിന് തടസ്സമില്ല. ദ കോൺട്രാക്ട്സ് ഇൻവോൾവിംഗ് എ മൈനർ ആസ് എ ബെനിഫിഷ്യറി മേ ബി എൻഫോഴ്സ്ഡ് അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി തേർഡ് പാർട്ടി. ഒരു കോൺട്രാക്ട് ഇൻവോൾവിംഗ് എ മൈനർ ആസ് എ ബെനിഫിഷ്യറി, അതായത് മൈനർ ബെനിഫിഷ്യറി ആയതുകൊണ്ട് ആ ഒരു കോൺട്രാക്റ്റ് ആ കാരണങ്ങൾ കൊണ്ട് എൻഫോഴ്സ് ചെയ്യാം എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. കാരണം മൈനേഴ്സ് കോൺട്രാക്റ്റ് ഈസ് വോയിഡ് അബ് ഇനിഷ്യോ അല്ലേ. മൈനറുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ്, മൈനർ ബെനിഫിഷ്യറി ആണ്, പക്ഷേ മൈനറുമായിട്ടുള്ള അങ്ങനെ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അത് വോയിഡ് അബ് ഇനിഷ്യോ ആണ്, അത് ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള കാര്യം. എ മൈനർ കനോട്ട് റാറ്റിഫൈ എ കോൺട്രാക്റ്റ് ഓൺ അറ്റൈനിങ് എ മജോറിറ്റി. ഒരു മൈനർ പ്രായപൂർത്തിയായതിനു ശേഷം പണ്ട് മൈനർ ആയിരുന്നപ്പോൾ ഏർപ്പെട്ടിരുന്ന ആ ഒരു കോൺട്രാക്റ്റ് റാറ്റിഫൈ ചെയ്യുക, അതിന് അപ്രൂവൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. സാധിക്കാമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, സാധിക്കുന്നതല്ലെന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യം ഇത് മാത്രമാണ് അല്ലേ. ഡ്രോയിങ് ക്യാഷ് ഫ്രം എ ടി എമ്മിൽ നിന്ന് ക്യാഷ് പിൻവലിക്കുന്നു. സെയിൽ ബൈ ഫാൾ ഓഫ് ഹാമർ അറ്റ് ആൻ ഓപ്ഷൻ സെയിൽ. പഴയകാലത്തുള്ള പോലെ ഒരു ലേലം വെളിയിൽ അവസാനം അവരുടെ കയ്യിലിരിക്കുന്ന ചിറ്റിക നിലത്തേക്ക്, ഹാമർ നിലത്തേക്ക് ഇടുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റിനാണ്. പ്രത്യേകം നമ്മൾ എടുത്ത് പറഞ്ഞില്ലെങ്കിലും അതെല്ലാം ഒരു എക്സ്പ്രസ് കോൺട്രാക്റ്റ് അല്ല, അതൊരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റാണ്, എടുത്ത് പറയാത്തതുകൊണ്ടല്ലേ. ദെൻ ഡാഷ് ഈസ് വൺ സൈഡഡ് കോൺട്രാക്ട് വിച്ച് ഓൺലി വൺ പാർട്ടി ഹാസ് ടു പെർഫോം ഹിസ് പ്രോമിസ് ഓർ ഒബ്ലിഗേഷൻ. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ പരസ്പരം ഉള്ള ഒബ്ലിഗേഷൻ ഇല്ല, ഒറ്റ ആൾക്ക് മാത്രമേ ഒബ്ലിഗേഷൻ ഉള്ളെങ്കിൽ അത് എന്ത് തരത്തിലുള്ള കോൺട്രാക്റ്റാണ്? അതിന് നമുക്ക് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയാം. ബൈലാറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒബ്ലിഗേഷൻ റൈറ്റ്സ് ഉണ്ടെങ്കിലാണ് അതിന് ബൈലാറ്ററൽ എന്ന് പറയുക. ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ് അല്ലേ. എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെൻറ്റുകളാണ്. ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ് അല്ലേ, അത് ഓർത്തിരുന്നോണം. എ ഓർ ആൻ ഈസ് എവരി പ്രോമീസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമീസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ അല്ലേ. നമ്മൾ ആദ്യം കണ്ടതാണ് എഗ്രിമെൻ്റ് ആണ്. അതായത് എവരി പ്രോമീസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമീസ് ഫോമിങ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെൻ്റ് അല്ലേ. എവറി എഗ്രിമെൻ്റ് ആൻഡ് പ്രോമീസ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ്. എല്ലാ എഗ്രിമെൻറ്റുകളും പ്രോമീസും അത് എൻഫോഴ്സിബിൾ ബൈ ലോ ആണെങ്കിൽ, അത് ലോയിൽ നിയമം മൂലം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം അല്ലേ. ഇപ്പോൾ കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ ആണ് അല്ലേ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ. എ കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ക്രിയേറ്റിംഗ് ആൻഡ് ഡിഫൈനിങ് ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. ആ ഒരു ഡെഫിനേഷൻ നൽകിയിരിക്കുന്ന വ്യക്തി സാൽമോൺസ് ആണ് കേട്ടോ, സാൽമോൺസ്. പൊള്ളോക്കിന് മറ്റൊരു ഡെഫിനേഷനുണ്ട്, എവരി എഗ്രിമെൻറ്റ് ആൻഡ് പ്രോമീസ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കോൺട്രാക്റ്റ് എന്നുള്ളത്. അത് പൊള്ളോക്കിൻ്റെ ഡെഫിനേഷനാണ്. ദ ലോ ഓഫ് കോൺട്രാക്റ്റ് ഈസ് നത്തിങ് ബട്ട്. ലോ ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ഓഫ് കൊമേഴ്സ്യൽ ഡീലിംഗ്. പഴയകാലത്ത് കച്ചവടക്കാർ തമ്മിലുള്ള കരാറുകൾ, അതിൽ നിന്നുണ്ടായതാണ് ഈ ലോ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കൊമേഴ്സ്യൽ ഡീലിങ്ങിൻ്റെ ചൈൽഡാണ് ലോ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ടു ഫോം എ വാലിഡ് കോൺട്രാക്ട് ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ്. ഒരു കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം അല്ലേ, 2 പേരെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ്, കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ക്രിയേറ്റഡ് ബൈ. ഒരു കോൺട്രാക്റ്റിലെ റൈറ്റ്സും ഓരോരുത്തരുടെ അവകാശങ്ങളും ഡ്യൂട്ടി എന്താണെന്നുള്ളത് ആ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന പാർട്ടീസ് തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലേ, അതിലെ ആളുകൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. സ്റ്റേറ്റിൻ്റെ റോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യുക, ലീഗലായിട്ടുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ നടപ്പിലാക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് അല്ലേ സ്റ്റേറ്റിൻ്റെ റോള്. സ്റ്റേറ്റും സ്റ്റാറ്റ്യൂട്ടും കസ്റ്റം യൂസേജും എല്ലാം ഇതാണ് സൂചിപ്പിക്കുക. ആൻ എഗ്രിമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ സെക്ഷൻ. ഒരു എഗ്രിമെൻറ്റ് എന്താണെന്നുള്ളത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2E അല്ലേ. ആസ് പെർ സെക്ഷൻ 2E ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ എവരി പ്രോമീസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമീസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെൻറ്റ് അല്ലേ, അതാണ് അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്.
എ പ്രോമിസ് ടു ഡെലിവർ ഹിസ് വാച്ച് ടു ബി ആൻഡ് ഇൻ റിട്ടേൺ ബി പ്രോമിസ് ടു പേ സം ഓഫ് ₹2,000. അപ്പോൾ ഒരാൾ അയാളുടെ വാച്ച് ബിക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു, അതിന് പകരം ബി അയാൾക്ക് 2,000 രൂപ കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു അല്ലേ. അതൊരു എഗ്രിമെൻ്റ് ആണല്ലേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓഫറും വെച്ച് മറ്റേ ആൾ അക്സെപ്റ്റ് ചെയ്തു അല്ലേ. അതൊരു എഗ്രിമെൻ്റായിട്ട് മാറി. ആൻഡ് എഗ്രിമെൻറ്റ് ഈസ് ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് അല്ലേ. ഓഫർ പ്ലസ് അക്സെപ്റ്റൻസിനെ എന്ത് വിളിക്കാം, നമ്മൾക്ക് അതിന് എഗ്രിമെൻ്റ് എന്ന് വിളിക്കാം. കോൺട്രാക്ട് ഈസ്, കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞു. കോൺട്രാക്ട് ഈസ് ഡിഫൈൻഡ് ആസ് എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അത് ഏത് സെക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 2H നേരത്തെ നമ്മൾ കണ്ടതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഫോൾസ് ആൻ ഓഫർ ടു ബി വാലിഡ്. താഴെ പറയുന്നത് ഏതാണ് ഫോൾസ്, തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഓഫർ ടു ബി വാലിഡ് ആയിരിക്കണമെങ്കിൽ കണ്ടെയ്ൻ എ ടേം ഓഫ് നോൺ കംപ്ലൈൻസ് ഓഫ് വിച്ച് വുഡ് എമൗണ്ട് ടു അക്സെപ്റ്റൻസ്. അങ്ങനെ ഈ നോൺ കംപ്ലൈൻസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതൊരു അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റൻസ് ആയിട്ട് കണക്ക് കൂട്ടുന്നുള്ള അത്തരത്തിലുള്ള കണ്ടീഷണലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഓഫറിൽ വരാൻ പാടില്ല അല്ലേ. അതായത് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ആബ്സല്യൂട്ട്. അക്സെപ്റ്റൻസ് ആബ്സല്യൂട്ട് ആയിരിക്കണം, കണ്ടീഷണൽ ആയിരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഫോൾസ് ആണ് അല്ലേ, ഇതാണ് ഫോൾസ്. ഓവർ എ കപ്പ് ഓഫ് കോഫി ഇൻ എ റെസ്റ്റോറൻറ്റ് അല്ലേ, ഓഫർ എന്നുള്ളതായിരിക്കും. ഓഫർ ചെയ്യുക ഒരു കപ്പ് ഓഫ് കോഫി റെസ്റ്റോറൻറ്റിൽ ഒരു കോഫി ഓഫർ ചെയ്തുകൊണ്ട് എക്സ് ഇൻവൈറ്റ്സ് വൈ ടു ഡിന്നർ അറ്റ് ദിസ് ഹൗസ് ഓൺ എ സൺഡേ. എക്സ് എന്ന് പറയുന്ന വ്യക്തി വൈയെ ഡിന്നറിന് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വൈ ഹയേഴ്സ് എ ടാക്സി ആൻഡ് റീച്ചസ് എക്സ് ഹോം. അത് കേട്ടുകൊണ്ട് വൈ ഒരു ടാക്സി എടുത്തുകൊണ്ട് എക്സിൻ്റെ വീട്ടിലെത്തുന്നു. പറഞ്ഞ സമയത്ത് തന്നെ എത്തി. ബട്ട് എക്സ് ഫെയിൽസ് ടു പെർഫോം ഹിസ് പ്രോമിസ്. പക്ഷേ എക്സ് പറഞ്ഞ പോലെ ഒന്നും ചെയ്തില്ല അല്ലേ. ക്യാൻ വൈ റിക്കവർ എനി ഡാമേജ് ഫ്രം എക്സ്. വൈക്ക് എക്സിൽ നിന്ന് എന്തെങ്കിലും ഡാമേജ് കിട്ടുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണ്. പരസ്പരം ഫ്രണ്ട്സ് തമ്മിലുള്ള ഓഫറാണ്. അവിടെ ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് നോ ആസ് ദി ഇൻറ്റൻഷൻ വാസ് നോട്ട് ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ അല്ലേ. അതായത് റിലേഷൻഷിപ്പ് ഉള്ളവർ തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ, നമ്മുടെ വീട്ടിലുള്ളവർ തമ്മിലുള്ള കോൺടാക്റ്റുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ കോൺട്രാക്റ്റ് പോലെയാണ്. പക്ഷേ അതിന് ഒരു ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തക്കതായിട്ടുള്ള തെളിവുകളില്ല എങ്കിൽ ഡാമേജുകൾ ക്ലെയിം ചെയ്യാനോ മറ്റൊന്നും സാധിക്കുന്നതല്ല. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ദി ബെസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെക്കുറിച്ചുള്ള ബെസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് താഴെ പറയുന്നതിൽ ഇറ്റ് ഇസ് എൻ ആക്ട് ടു ഡിഫൈൻ സർട്ടൻ പാർട്സ് ഓഫ് ദി ലോ റിലേറ്റിംഗ് ടു കോൺട്രാക്ട് ആൻഡ് കണ്ടെയ്ൻസ് ഓൺലി ദി ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് അല്ലേ. അതായത് ലോയിലെ ചില പ്രത്യേക പാർട്ട്, ചില ഭാഗങ്ങൾ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നിയമമാണിത്. അതായത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളല്ലേ. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രത്യേകം തന്നെയുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ളതാണ് ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കോൺട്രാക്റ്റിലെ ജനറൽ പ്രിൻസിപ്പിൾസ് മാത്രമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതൊരു ആൻസറായിട്ട് പറയാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ കോൺട്രാക്ട്. താഴെ പറയുന്നത് ഏതാണ് കോൺട്രാക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ എൻഗേജ് ബി ഫോർ എ സർട്ടൻ വർക്ക്. എ ബിയെ ഒരു ജോലിക്ക് വേണ്ടി എടുക്കുന്നു. അതിന് പ്രോമിസ് ടു പേ സച്ച് റെമ്യൂണറേഷൻ. അയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. ബി ഡസ് ദ വർക്ക്. ബി അത് ജോലി ചെയ്യുന്നു അല്ലേ. അത് ശരിക്കും ഒരു കോൺട്രാക്ട് തന്നെയാണ് അല്ലേ. എ ആൻഡ് ബി പ്രോമിസ് ടു മാരി ഈച്ച് അതർ. എയും ബിയും പരസ്പരം വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ മാരേജ് പ്രോമിസ് ആർ കൺസിഡേർഡ് പേഴ്സണൽ ഓർ സോഷ്യൽ എഗ്രിമെൻറ്റ്. അത് വ്യക്തിപരമായിട്ടുള്ള എഗ്രിമെൻറ്റുകൾ മാത്രമായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അല്ലേ. അതൊരു കോൺട്രാക്ട് എന്ന ലെവലിലേക്ക് അത് വരുന്നില്ല എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ളതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വായിച്ച് നോക്കാം നിങ്ങൾക്ക്. ഫോർ ബൈൻഡിങ് കോൺട്രാക്ട് ബോത്ത് ദി പാർട്ടീസ് ടു ദി കോൺട്രാക്ട് മസ്റ്റ്. ഒരു കോൺട്രാക്റ്റ് ബൈൻഡിങ് ആയിരിക്കണമെങ്കിൽ, പരസ്പരം അത് ലീഗലി ബൈൻഡിങ് ആയിരിക്കണമെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ എഗ്രി അപ്പോൺ ദി സെയിം തിങ് ഇൻ ദി സെയിം സെൻസ് അല്ലേ. ഒരാൾ മറ്റൊരാൾക്ക് കൊടുത്തിരിക്കുന്ന ഓഫർ ആ കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ രണ്ടുപേരും എടുത്തിരിക്കുന്നത് ഒരേ അർത്ഥത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ അതൊരു ബൈൻഡിങ് കോൺട്രാക്റ്റായിട്ട് മാറുന്നുള്ളൂ. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഹാസ് ദി കറക്റ്റ് സീക്വൻസ്. അതാണ് പറയുന്നതിൽ കറക്റ്റ് സീക്വൻസ് ഓഫർ, പിന്നെ അതിനുശേഷം അത് അക്സെപ്റ്റ് ചെയ്യുന്നു, കൺസിഡറേഷൻ്റെ കാര്യം പറയുന്നു, കോൺട്രാക്റ്റിലേക്ക് എത്തുന്നു അല്ലേ. ഗുഡ്സ് ഡിസ്പ്ലേഡ് ഇൻ എ ഷോപ്പ് വിൻഡോ. ഒരു ഷോപ്പിൽ ഗുഡ്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് വിത്ത് എ പ്രൈസ് ലേബൽ, അതിൽ വില പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഇൻവിറ്റേഷൻ ടു ഓഫർ മാത്രമാണ് കേട്ടോ. ഓഫർ ആക്സെപ്റ്റൻസ് കൗണ്ടർ ഓഫർ ഒന്നുമല്ല. ഇൻവിറ്റേഷൻ ടു ഓഫർ മാത്രമാണ്. ഒരു ഷോപ്പിൽ ഉൽപ്പന്നങ്ങൾ നിരത്തി വെച്ചിരിക്കുക, അതിൻ്റെ വില എഴുതി വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇറ്റ് ഇസ് ജസ്റ്റ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. വാട്ട് ക്യാൻ എ കാറ്റലോഗ് ഓഫ് ബുക്സ് ലിസ്റ്റിംഗ് പ്രൈസ് ഓഫ് ഈച്ച് ബുക്ക്. അതുപോലെ തന്നെയാണ് ഒരു ബുക്ക് സ്റ്റോളിൽ ഒരു കാറ്റലോഗ് ഓഫ് ബുക്സിൻ്റെ പേരുകളെല്ലാം എഴുതി വിലയെല്ലാം എഴുതി വെച്ചിരിക്കുന്നു. ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. കടകളിലെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എന്താണ്? ഇൻവിറ്റേഷൻ ടു ഓഫർ മാത്രമാണല്ലേ. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് വാലിഡ് അക്സെപ്റ്റൻസ് ഓഫ് ആൻ ഓഫർ ഈസ് ഇൻകറക്റ്റ്. ഒരു വാലിഡ് അക്സെപ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് പറഞ്ഞത് ചോദിച്ചിരിക്കുന്നത്. അക്സെപ്റ്റൻസ് ഷുഡ് ബി ഇൻ എ പ്രിസ്ക്രൈബ്ഡ് മാനർ. ഒരു പ്രത്യേക രീതിയിൽ തന്നെ ആയിരിക്കണം അക്സെപ്റ്റൻസ് എന്നുള്ളത് പറയാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ പ്രത്യേകിച്ചൊരു മോഡ് ഓഫ് അക്സെപ്റ്റൻസ് അങ്ങനെ പറയുന്നില്ല. അക്സെപ്റ്റൻസ് ഷുഡ് ബി ആബ്സല്യൂട്ട് ആയിരിക്കണം, അൺകോൺഫൈഡ് ആയിരിക്കണം, അക്സെപ്റ്റൻസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ് അല്ലേ. കൗണ്ടർ ഓഫർ ഈസ്. കൗണ്ടർ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ ഓഫ് ദി ഒറിജിനൽ ഓഫർ.
നമുക്ക് തരുന്ന ഒരു ഒറിജിനൽ ഓഫറിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പകരം നമ്മൾ പകരം ഒരു ഓഫർ വയ്ക്കുകയാണെങ്കിൽ അതെല്ലാം എന്താണ്, അതിനാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുക. ദ ഓഫർ മസ്റ്റ് ബി, ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ് ആയിരിക്കണം, കൃത്യമായിരിക്കണം അല്ലേ, അത് ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. എ ബൈസ് എ ബുക്ക് ഫ്രം എ ഷോപ്പ്, ഒരു ഷോപ്പിൽ നിന്ന് ബുക്ക് വാങ്ങുന്നു അല്ലേ. അപ്പോൾ കോൺടാക്റ്റ് ഈസ് മെയ്ഡ്, എപ്പോഴാണ് ഒരു കോൺടാക്റ്റ് ഉണ്ടാകുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ബുക്കിൽ കയറി നമ്മൾ ഒരു ഷോപ്പിൽ കയറി നമ്മളൊരു ബുക്ക് വാങ്ങുമ്പോൾ അതൊരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ബിഡ്സ് പബ്ലിക് ഓപ്ഷൻ, ഒരു പബ്ലിക് ഓപ്ഷനിൽ ലേലത്തിൽ എക്സ് പങ്കെടുത്ത് ലേലം വിളിക്കുന്നു. അപ്പോൾ ബിഡിങ് ആൻഡ് ഓപ്ഷൻ, ഒരു ഓപ്ഷൻ ലേലം വിളിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ കോൺടാക്ട് ആൻഡിൽ ദ ബിഡ് ഈസ് അക്സെപ്റ്റഡ്. ആ ഒരു ബിഡ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കോൺടാക്റ്റിലേക്ക് വരുന്നു അല്ലേ. ജസ്റ്റ് അതൊരു ബിഡിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കോൺടാക്റ്റിൻ്റെ ഭാഗമല്ല. പരോൾ കോൺട്രാക്ട്സ് എന്നറിയപ്പെടുന്ന സിമ്പിൾ കോൺട്രാക്റ്റുകളെയാണ് കേട്ടോ. പരോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഓറൽ കോൺട്രാക്റ്റുകളാണ്. ഓറൽ റിട്ടേണും ആകാം, പക്ഷേ ഓറൽ പരസ്പരം പറഞ്ഞുകൊണ്ടുള്ള വാക്കാലുള്ള കരാറുകളെയാണ് നമ്മൾ പരോൾ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സിമ്പിൾ കോൺട്രാക്റ്റ് എന്നൊക്കെ പറയുക. ആൻഡ് ഓഫർ മെയ്ഡ് ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടേൺ ഈസ് കോൾഡ്, ഒരു എഴുതി തയ്യാറാക്കിയ അല്ലെങ്കിൽ വാക്കാലുള്ള അത്തരത്തിലുള്ള ഓഫറിനൊക്കെ നമ്മൾ എക്സ്പ്രസ് ഓഫർ എന്ന് പറയും. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാത്ത ഓഫറുകളെ ഇംപ്ലോയിഡ് ഓഫർ എന്നും പറയും അല്ലേ. ടെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഓഫറായിട്ടാണ് കണക്കൂട്ടുന്നത്. ടെൻഡർ ഓഫറാണ്. ആൻ ഓഫർ സ്റ്റാൻഡ്സ് റിവോക്കഡ്, എപ്പോഴാണ് ഒരു ഓഫർ റിവോക്കഡ് ആയിട്ട് അല്ലെങ്കിൽ പിൻവലിക്കപ്പെട്ട അല്ലെങ്കിൽ റദ്ദാക്കപ്പെടുന്നതായിട്ട് കാണുന്നത്. ഇഫ് ദി ഫാക്ട് ഓഫ് ദി ഡെത്ത് ഓർ ഇൻസാനിറ്റി ഈസ് നോൺ ടു ദി ഓഫറി. അപ്പോൾ അതായത് ഓഫറിനെ സംബന്ധിച്ച് ഈ ഒരു ഓഫർ കിട്ടുമ്പോൾ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും ആളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ ഡെത്ത്, ഇൻസാനിറ്റി അതിനെക്കുറിച്ച് ഓഫറിക്ക് നേരത്തെ തന്നെ അറിയാമെങ്കിൽ കൗണ്ടർ ഓഫർ വന്നു കഴിഞ്ഞാൽ പഴയ ഓഫർ ഒറിജിനൽ ഓഫർ റിവോക്ക് ചെയ്യപ്പെടും. റിജക്ഷൻ ഓഫർ റിജക്റ്റ് ചെയ്താലും സംഭവിക്കും. അപ്പോൾ ഓൾ ഓഫ് ദി ബോൺ ആൻസർ വരിക. ഫോർ ആൻ അക്സെപ്റ്റൻസ് ബി വാലിഡ് ഇറ്റ് മസ്റ്റ് ബി, ഒരു അക്സെപ്റ്റൻസ് വാലിഡ് ആയിരിക്കണമെങ്കിൽ അത് ആബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ് ആയിരിക്കണം അല്ലേ. ആ ടേംസ് രണ്ടും ഓർത്തിരിക്കുക, ബാക്കിയൊന്നുമല്ല. അക്സെപ്റ്റൻസ് ടേക്ക് പ്ലേസ് ആസ് അഗെയിൻസ്റ്റ് ദി പ്രപ്പോസർ, ഒരു അക്സെപ്റ്റൻസ് ടേക്ക് പ്ലേസ് സംഭവിക്കുന്നത് ആസ് അഗെയിൻസ്റ്റ് ദി പ്രപ്പോസർ അല്ലേ. അഗെയിൻസ്റ്റ് ദി പ്രപ്പോസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫററെയാണ് നമ്മൾ പ്രപ്പോസർ എന്ന് പറയുക. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് വെൻ ദി ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് പോസ്റ്റഡ് ബൈ ദി അക്സെപ്റ്റർ, അത് പോസ്റ്റ് വഴിയാണ് നമ്മൾ അക്സെപ്റ്റൻസ് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റർ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രപ്പോസറെ സംബന്ധിച്ചത് വാലിഡാണ് അല്ലേ. എഗെയിൻസ്റ്റ് ദ അക്സെപ്റ്റർ ആണെങ്കിൽ വെൻ ദ അക്സെപ്റ്റൻസ് ഈസ് റിസീവ്ഡ് ബൈ ദ പ്രപ്പോസർ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെ എഗെയിൻസ്റ്റ് ദ പ്രപ്പോസർ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെൻ ദ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് പോസ്റ്റഡ് ബൈ ദി അക്സെപ്റ്റർ ആണ്. എഗെയിൻസ്റ്റ് അക്സെപ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ വെൻ ദി അക്സെപ്റ്റൻസ് ഈസ് റിസീവ്ഡ് ബൈ ദി പ്രപ്പോസർ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ എന്ന് വെച്ചാൽ അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത് അല്ലേ. ദ ലെറ്റർ ഈസ് റിസീവ്ഡ് ബൈ ദി ഓഫറി, നമ്മൾ ലെറ്റർ മുഖാന്തരമാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെങ്കിൽ ആ ലെറ്റർ ഓഫറിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ, അതായത് നമ്മൾ ഒരു ഓഫർ കൊടുക്കുമ്പോൾ അത് ഓഫറിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ പൂർത്തിയാവുകയുള്ളൂ. ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രപ്പോസൽ ഈസ് കംപ്ലീറ്റ് വെൻ, കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ അത് കംപ്ലീറ്റ് എപ്പോഴാണ് ആവുന്നത്, ആ മറ്റേ ആളിലേക്ക് എത്തുമ്പോഴാണ്. അതെ, നോളജ് ഓഫ് ദാറ്റ് പേഴ്സൺ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിലേക്ക് എത്തുമ്പോഴാണ് അത് കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രപ്പോസൽ കംപ്ലീറ്റ് ആവുക. എ പേഴ്സൺ മേക്കിംഗ് എ പ്രപ്പോസൽ ഉണ്ടാക്കുന്ന ആൾ നമ്മൾ എന്താണ് വിളിക്കുന്നത്, പ്രപ്പോസൽ വയ്ക്കുന്ന ആൾ നമ്മൾ പ്രോമിസർ എന്നാണ് വിളിക്കുന്നത് അല്ലേ. വിച്ച് വൺ ഓഫ് ദി ഫോളോവിംഗ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ വാലിഡ് അക്സെപ്റ്റൻസ്, താഴെ പറയുന്നതിൽ വാലിഡ് അക്സെപ്റ്റൻസ് ആയിട്ട് വരുന്നത് ആൻ എൻക്വയറി ആസ് ടു ഫിറ്റ്നസ് ഓഫ് ദി സബ്ജക്ട് മാറ്റർ ഓഫ് ദി കോൺട്രാക്റ്റ്. അതായത് നമ്മളൊരു കാര്യം നമുക്ക് ഒരാൾ ഓഫർ നൽകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലും അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ അതൊരു വാലിഡ് അക്സെപ്റ്റൻസിലേക്കാണ് പോകുന്നത്. നമ്മളവർക്ക് ഒരു കാറ് ഒരാൾ നമ്മുടെ വിൽക്കാൻ വേണ്ടി ഓഫർ നൽകുന്നു, നമ്മൾ തിരിച്ച് അയാളോട് ഓക്കെ നിങ്ങളുടെ കാറിൻ്റെ എഞ്ചിനൊക്കെ എങ്ങനെയാണ് കണ്ടീഷനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത്തരത്തിൽ എൻക്വയറി നടത്തുമ്പോൾ അതൊരു വാലിഡ് അക്സെപ്റ്റൻസിലേക്കാണത് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി സമയം കിട്ടുന്നതനുസരിച്ച് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.